എല്ലാവർക്കും നമസ്കാരം. GHS പാലിശ്ശേരിയുടെ ഒരു ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രോജക്റ്റാണിത്. അതായത് വനമേഖലയിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വന്ന് നശിപ്പിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ഭക്ഷണം എന്നുള്ള രീതിയിൽ GHS പാലിശ്ശേരിയിലെ എക്കോ ക്ലബിലെ എയ്സൽ കൊച്ചുമോൻ്റെ ഒരു ആശയമാണ് അവർക്കുള്ള ഭക്ഷണം കാട്ടിലേക്ക് കൊണ്ട് കൊടുക്കുക. അതിന് ഒതുങ്ങുന്ന രീതിയിൽ വിത്ത് ബോളുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ വിത്തുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ കാട്ടിൽ നിക്ഷേപിക്കുന്നു. അവിടെ വളരുമ്പോൾ ഈ മൃഗങ്ങൾ അത് അവർക്ക് ഭക്ഷണമായി കിട്ടും. അങ്ങനെ ഒരു ചെറിയൊരു ആശയമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത്. ചില പരിമിതികളുണ്ട്. നിങ്ങളിവിടെ വന്നപ്പോൾ കണ്ടുണ്ടാവും. നമ്മളും വിചാരിക്കാറുണ്ട് ഫോറസ്റ്റ് ആൾക്കാരൊക്കെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുകയായിരിക്കും, മറ്റു കാര്യങ്ങളിലൊന്നും ഇതെങ്ങനെ ഇറങ്ങി വരാൻ അവരും ചെയ്യണം. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പല പല ഫലവൃക്ഷങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മളിവിടെ വരുന്നതോടെ ഈ പ്രവർത്തനങ്ങൾ നമുക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറേയൊക്കെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊരു ഉദ്യമം, ചെറിയൊരു ശ്രമം, ഇത് 100% വിജയിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഇടുന്ന വിത്ത് എല്ലാം ചിലപ്പോൾ പൊട്ടി വരുമ്പോഴേക്കും ചിലപ്പോൾ മറ്റ് നാട്ടിലെ ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലും പല സാധനങ്ങളൊക്കെ അടിച്ച് പോവാം. എങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെട്ട് വരും. അപ്പോൾ അതിലിപ്പോൾ ഏഞ്ചൽ ഞങ്ങളുടെ സ്കൂളിലെ ഏസിൽ നമ്മുടെ സ്കൂളിലെ താരമാണ്. സംസ്ഥാന കുട്ടി കർഷക അവാർഡ് നേടി. ഏസലിനെ സംബന്ധിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയം വരികയും അതിനനുസരിച്ച് അതിൻ്റെ ടീച്ചേഴ്സ് വ്യക്തമാണെങ്കിൽ ഇപ്പോൾ ചാർജത്തിന് ശേഷം എല്ലാ കാര്യങ്ങളിലും വളരെയേറെ കാര്യക്ഷമമായിട്ട് ടീച്ചേഴ്സിനൊപ്പം കുട്ടികളോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം വരുന്നത്. ഞായറാഴ്ചയാണ് എങ്കിലും അധ്യാപകരെ കൊട്ടുമിക്കലും വന്നിട്ടുമുണ്ട്. ഏതായാലും നല്ല ഒരു ശ്രമം ആണ് നടക്കുന്നത്. അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്കും കുറേ ചെയ്യാൻ കഴിയും. അതിൻ്റെ തുല്യമരമായി തീരട്ടെ. ഇവിടെ അല്ലേ ഓക്കെ. ഇന്ന് ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമാണ്. അപ്പോൾ ഞങ്ങളുടെ GHS പാലിശ്ശേരി സ്കൂളിൽ നിന്ന് എക്കോ ക്ലബിന് നേതൃത്വം കൊടുത്ത വിത്തുപോൾ പ്രൊജക്ട് അതിരിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിന്റെ കീഴിൽ 21 പേരടങ്ങുന്ന ഒരു ടീം ഇവിടെ വനമേഖലയിലേക്ക് വിത്തുപോൾ വിതയ്ക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് വന്യമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുക, അവരുടെ ഒരുപാട് സാധനങ്ങൾ, കൃഷികൾ എല്ലാം നശിപ്പിക്കുക എന്നതാണ്. അപ്പൊ അവര് ഇങ്ങനെ വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വിത്തുബോൾ എന്ന് ഉദ്ദേശിക്കുന്നത്, വിത്തുബോള് നമ്മൾ എറിയുന്നതിലൂടെ അത് വളർന്ന് വലുതായി അതിലുണ്ടാവുന്ന ഫലം അവർ കഴിക്കുകയും പിന്നെ അവർ നാട്ടിലേക്ക് വരുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വളരെ മികച്ചതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസർക്കും അതിനോട് പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു.